അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഭാവിയിൽ ചിലപ്പോൾ ഒരു ബാങ്ക് ഓഫീസർ ആവാം, അല്ലേ, അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്ക് ആവാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ഹായ്, ഹലോ, വെൽക്കം ടു എജുബി. ഒരു ബാങ്കിൽ പോയി ക്യൂ നിന്നിട്ടുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ SBI എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ ബാങ്കുണ്ട്. ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് നമ്മുടെ SBI യിൽ നിങ്ങൾക്കൊരു ഓഫീസർ ആകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും SBI ഓഫീസർ ആകാനുള്ള ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ SBI എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഈ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന SBI ബാങ്കിന്റെ നോട്ടിഫിക്കേഷനാണ്. ഇത് 2025 നോട്ടിഫിക്കേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൊല്ലവും ഈ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? നോട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വേക്കൻസീസ് എത്ര റിപ്പോർട്ട് ചെയ്യുന്നു അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇറങ്ങുന്നത്, അല്ലേ? എത്ര പേര് റിക്രൂട്ട് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മുടെ ബാങ്ക് SBI എന്ന് പറയുന്ന ബാങ്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ഒരു 2000 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 1000 ആൾക്കാരെ എല്ലാ കൊല്ലവും റിക്രൂട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് 2025 ഇറക്കിയ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്താ അവിടെ ടോട്ടൽ എത്ര വേക്കൻസീസ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ, അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ വേക്കൻസീസ് ഉണ്ടോ? ടോട്ടൽ വേക്കൻസീസ് 541 വേക്കൻസീസ് ആണ് കഴിഞ്ഞ കൊല്ലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഇതുപോലെ എല്ലാ കൊല്ലവും എന്ത് ചെയ്യുന്നുണ്ട്? SBI ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ ഇറക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ഒരു ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? SBI PO ആയിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് സാധിക്കും, അല്ലെ? നമ്മൾ ഒരു SBI ബാങ്കിൽ പോകുമ്പോൾ നിങ്ങൾ കുറെ കൗണ്ടേഴ്സ് കാണാൻ പറ്റും, അല്ലെ? ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അതുപോലെ ഓഫീസേഴ്സ്, ക്ലർക്ക്, പ്യൂണ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് അവിടെ ആ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആണല്ലോ. അപ്പോൾ അവരും എന്ത് ചെയ്യുക? ഇതുപോലത്തെ ഓരോ എക്സാം എഴുതിയിട്ടാണ് അവരും എന്ത് ചെയ്യുന്നത്? ആ ഒരു പോസ്റ്റിലേക്ക് കയറുന്നത്. അവർക്കും എന്തുണ്ട്? അവർക്ക് സാലറി ആയിട്ട് നമുക്കിപ്പോൾ ഒരു POന്റെ സാലറി എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു 85,000 സാലറിയാണ് ഒരു PO ഓരോ കൊല്ലവും മേടിക്കുന്ന സാലറി. അവരുടെ ഇൻ ഹാൻഡ് സാലറിയാണ്. ഒരു SBI POന്റെ ഇൻ ഹാൻഡ് സാലറിയാണ് 85,000 റുപ്പീസ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ആകാൻ ഒരു ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തിലോട്ട് നോക്കാം? SBI PO എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് എഴുതാം? PO എന്ന് പറയുന്ന ഒരു എക്സാം എഴുതാം. അപ്പോൾ ആ എക്സാമിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അതെല്ലാം നമ്മുടെ എന്തിലുണ്ട്? നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ 2025 നോട്ടിഫിക്കേഷനാണ്, അല്ലെ? ഇതുപോലെ തന്നെ 2024 ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, 2023 അവരിങ്ങനെ എല്ലാ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാ കൊല്ലവും റിക്രൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ. ഓക്കെ, അവർ ടെന്റേറ്റീവ് ഡേറ്റ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് 2025 ഡേറ്റാ എന്ന് വെച്ചാൽ ഒരു 6-ാം മാസം എന്ത് ചെയ്തു? അവര് നോട്ടിഫിക്കേഷൻ ഇറക്കി. കണ്ടോ, 24/6 തൊട്ട് 14/7 വരെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, അല്ലെ? ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് വെച്ചാൽ ഒരു ജൂൺ തൊട്ട് ജൂലൈ വരെയുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇക്കൊല്ലവും നമുക്ക് ഏതാണ്ട് ആ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഇതിലേതെങ്കിലും ഒരു മാസം, ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം ഉറപ്പായിട്ടും നമുക്ക് SBIയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഇക്കൊല്ലവും നമുക്കൊരു 500 to 1000 വേക്കൻസീസ് ഉറപ്പായിട്ടും ഇക്കൊല്ലവും പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാ കൊല്ലവും അവർ എക്സാം ഇറക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും 1000 വേക്കൻസീസ് അല്ലെങ്കിൽ 2000 വേക്കൻസീസ് ഇതുപോലത്തെ വേക്കൻസീസ് വരുന്നുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ഇക്കൊല്ലവും ഒരു 500 തൊട്ട് 1000 വേക്കൻസീസ് വരെ നമുക്ക് ഇക്കൊല്ലവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ എക്സാമിന്റെ ഡേറ്റ് വരുന്നേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ കൊല്ലവും എന്ത് തന്നെയാണ്? ഒരു ഓഗസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മുടെ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് ഏതാ? ഒരു സെപ്റ്റംബർ. കണ്ടോ, വളരെ പെട്ടെന്ന് ഓഗസ്റ്റിന് പ്രിലിമിനറി കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും മെയിൻ എക്സാം വരെയാ. എല്ലാം വളരെ പെട്ടെന്ന്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഒരു ജൂലൈയിൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക്
ഓഗസ്റ്റ് ആകുമ്പോൾ എക്സാം വരുന്നു, പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവർക്ക് ഒരു സെപ്റ്റംബർ ആകുമ്പോൾ മെയിൻ എക്സാം വരുന്നു. മെയിൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കാണും. ഒരു നവംബർ ഡിസംബർ ഏതാണ്ട് ആ ഒരു കാലയളവിലായിരിക്കും നിങ്ങൾക്കുള്ള ഒരു ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ജാനുവരി എന്ന് വെച്ചാൽ ഒരു അടുത്ത വർഷം ആകുമ്പോഴേക്കും അല്ലെ, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഒരു ജാനുവരി ടു ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങളുടെ മെയിൻസിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എത്രയാ, ഏതാണ്ട് ഒരു 6 months, ഹാർഡ്ലി ഒരു 6 months, ഒരു 6 മാസം കൊണ്ട് നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് SBI പോലുള്ള ഒരു വലിയൊരു പൊതുമേഖലാ ബാങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറിയിരിക്കുക അല്ലേ. ഒരു PO ആയിട്ട്, ഒരു ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോലി കയറാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നേ. അപ്പോൾ എല്ലാവരും ആർക്ക് വേണം, ഒരു ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ആര്, നമ്മുടെ SBI. അല്ലാതെ ഇതിന് നമുക്ക് വേറെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ല, വേറെ ഒരാളും ഇല്ല. നിങ്ങൾക്ക് 30 വയസ്സിനകത്തുള്ള ഒരാളാണോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു SBI PO എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ എക്സാമിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ അവനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് മെയിൻലി 3 സ്റ്റേജ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഈ 4 കാര്യം കൂടെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കുള്ള ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ മൊത്തം 100 മാർക്സിനായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്കുള്ള കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇക്കൊല്ലമുള്ള നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ പാറ്റേൺ തന്നെ ആയിരിക്കും അവിടെയും അല്ലെ, മാറ്റമൊന്നും കാണില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മൊത്തം പ്രിലിമിനറി വരുമ്പോൾ നിങ്ങൾക്ക് മൊത്തം 100 മാർക്സിനാണ് നിങ്ങൾക്കുള്ള ടോട്ടൽ ആൾ വരുന്നത്. അപ്പോൾ അതിൽ 40 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്, 30 മാർക്ക് നമ്മുടെ ക്വാണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മാത്സ് ഉണ്ട്, ദെൻ 30 മാർക്സ് അതുപോലെ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. ഓക്കെ, ഹാർഡ്ലി നിങ്ങളുടെ കട്ട് ഓഫ് വരുമ്പോൾ ഒരു SBI PO പോലുള്ള എക്സാമിന് ഒരു ഹാർഡ്ലി കട്ട് ഓഫ് വരുമ്പോൾ മെയിൻലി ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഒരു 50 to 70 മാക്സിമം, 50 to 70 മാക്സിമം. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് അങ്ങനെയൊന്നും എന്ത് പോകില്ല, കട്ട് ഓഫ് ഒന്നും പോകത്തില്ല. പ്രിലിംസ് ആണെങ്കിൽ കുറച്ചൊന്ന് ഡിഫിക്കൽറ്റി ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്താ, അതിനനുസരിച്ച് കട്ട് ഓഫും കുറവാ അല്ലേ. കട്ട് ഓഫ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ആര്, SBI PO എന്ന് പറയുന്ന എക്സാം. ഓക്കെ, ടോട്ടൽ 100 മാർക്സിനാണുള്ളത്. അതിലും ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷിന് ഇപ്പോൾ വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ട്, 40 മാർക്കിന് വെയിറ്റേജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം 2026 വരുന്ന എക്സാമിനും നിങ്ങൾക്ക് എന്തായിരിക്കും, 40 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഈ ഒരു 40 മാർക്ക്, 30 മാർക്ക്, 30 മാർക്ക്, നമുക്ക് ക്വാണ്ടും റീസണിങ്ങും ഒക്കെ 20 മാർക്ക് വെച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി 40 മാർക്ക് ക്വാണ്ടും റീസണിങ്ങും കിട്ടും. ദെൻ ഒരു 20 മാർക്കും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഒരു 20 മാർക്ക്, 40-ൽ 20 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ എന്തായി, പ്രിലിംസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. ഓക്കെ, പിന്നെ നിങ്ങളുടെ മുമ്പിലുള്ള കടമ്പ ഏതാ, മെയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻസിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ, മീൻസ് ടോട്ടൽ 170 ക്വസ്റ്റിനും 200 മാർക്കിനുമാണ് മൊത്തമുള്ളത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വരും, അവിടെ കുറച്ച് ഒരാളും കൂടെ എക്സ്ട്രാ വരും അല്ലെ. ഇതേ ആള് തന്നെയാണ് ഉള്ളത്, ക്വാണ്ട് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരാളും കൂടെ വരും. അപ്പോൾ GK. അപ്പോൾ നമ്മൾ ഈ ഒരു 6 മാസ കാലയളവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആരെയാ, GK. അപ്പോൾ കറണ്ട് അഫേഴ്സ്, അത് ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ, അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം ഉറപ്പായിട്ടും അല്ലെ. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു പ്രോപ്പർ ഗൈഡൻസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറണ്ട് അഫേഴ്സിന് മൊത്തം 60 മാർക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരാളാ. 60 മാർക്കിന് ആരുണ്ട്, കറണ്ട് അഫേഴ്സ് മാത്രമായിട്ടുണ്ട്. 60-ൽ 30 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ എന്തായി, ഒരു PO നിങ്ങൾ ഓക്കെ ആയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പഠിക്കണമെങ്കിൽ അത് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ EDUB എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ മൊത്തം 170 ക്വസ്റ്റിനും 200 മാർക്കിനുമാണ് നമ്മുടെ ടോട്ടൽ എക്സാം വരുന്നത് അല്ലെ. അപ്പോൾ ഇതിലും നമുക്ക് ഹാർഡ്ലി ഒരു 100 എബോ നിങ്ങൾക്ക് ഒരിക്കലും കട്ട് ഓഫ് പോവില്ല. കട്ട് ഓഫ് 100-നകത്തായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, ആ കട്ട് ഓഫ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, മെയിൻസ് ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്, കറണ്ട് അഫേഴ്സ്. ഓക്കെ,
റീസണിങ്ങും ക്വാണ്ടും അല്പം ഡിഫിക്കൽറ്റി ആയിരിക്കും, എന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നവനായിരിക്കും. GK മാത്രം മതി, GK ഇംഗ്ലീഷ്. ഈ രണ്ടേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളൊരു മെയിൻസ് കഴിഞ്ഞു. ഇത് മാത്രം തന്നെ ആകുമ്പോൾ തന്നെ ഏതാണ്ട് 100 മാർക്കോളം നിങ്ങൾക്ക് കിട്ടുക. കട്ട് ഓഫ് എങ്ങനെ പോയാലും 100ന്റെ അകത്തായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. മെയിൻസ് നിങ്ങൾ കയറുന്നു, അല്ലെങ്കിൽ മെയിൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വെച്ചാൽ ഇമെയിൽ റൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് റൈറ്റിംഗ് സ്കില്ലും കൂടെ നോക്കും. അത് ലാസ്റ്റ് ഈ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഒരു 30 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ട്. ഈ 30 മിനിറ്റിൽ നിങ്ങൾക്ക് എന്താ ഒരു എസ്സേ റൈറ്റിംഗ്, പണ്ട് എസ്സേ റൈറ്റിങ്ങും അതുപോലെ ഒരു ലെറ്റർ റൈറ്റിംഗ് മാത്രമായിരുന്നു. ഇപ്പോൾ അതിന് പകരം ഒരു ഇമെയിൽ റൈറ്റിംഗ് ചെയ്യാം, റിപ്പോർട്ട്സ്, അതുപോലെ സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ്. ആക്ച്വലി എസ്സേ റൈറ്റിങ്ങിന് തന്നെ പറയുന്ന മറ്റു പേരാ. അപ്പോൾ ഇതുപോലത്തെ 3 ആൾക്കാർ കാണും. മുമ്പ് 2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, എസ്സേയും അതുപോലെ ഒരു ലെറ്ററും. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ ലെറ്ററിന് പകരം ആ ഇമെയിൽ ടൈപ്പിംഗ്. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രിസിഷൻ റൈറ്റിംഗ് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു എസ്സേ റൈറ്റിംഗാണ്. അപ്പോൾ ഇതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു റിപ്പോർട്ട്, ജസ്റ്റ് റിപ്പോർട്ട് അടിക്കുക. അപ്പോൾ ഇത്രയാവുമ്പോൾ നിങ്ങൾക്കുള്ള എന്തായി, മെയിൻസിൻ്റെ കടമ്പ എന്ന് പറയുന്ന കഴിഞ്ഞു. ഓക്കെ, ഈ മെയിൻസിന് ഈ ഒരു സാധനം മാത്രമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം 50 മാർക്കുണ്ട് ഇതിന് മാത്രം, അല്ലേ? 50 മാർക്ക് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള 50 മാർക്ക്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പിംഗ് സ്കില്ല് മാത്രം മതി, പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പഠിക്കേണ്ട കാര്യം മാത്രം മതി. ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് 50 മാർക്കിൽ 40 മാർക്ക് ഷുവറാണ്. ഇതെല്ലാവർക്കും കിട്ടുന്ന 50 മാർക്കിൽ 40 മാർക്ക് ഷുവറാണ്. ഈ 40 മാർക്കും ഈ പറയുന്ന 100 മാർക്ക് ഉണ്ടെങ്കിൽ 150 മാർക്കായി. ഈ 150 മാർക്ക് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് എങ്ങനെ പോയാലും 100 കഴിഞ്ഞ് പോകത്തില്ല, അല്ലേ? കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. കാരണം PO പോലുള്ള ഒരു എക്സാമാ, മെയിൻസിന് എന്തായാലും കട്ട് ഓഫ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ നിങ്ങൾക്ക് എന്താ ഒരു PO പോലുള്ള ഒരു എക്സാമിൽ നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അടുത്തൊരാളും കൂടെ ഉണ്ട്. ആരാ? ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്യണം, അല്ലേ? അപ്പോൾ ഇതും എല്ലാം വരുന്ന എന്താ, ഈ ഒരു 6 മാസ കാലയളവല്ല, ഇതെല്ലാം പെട്ടെന്നായിരിക്കും, അല്ലേ? പ്രിലിംസ് കഴിഞ്ഞു, 1 മാസം കൊണ്ട് മെയിൻസ് ആയി. മെയിൻസ് കഴിഞ്ഞ് നമുക്കൊരു 2 മാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായി, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും 1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ, ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള ആയി, അല്ലേ? അപ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷനിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, സെക്ഷൻ കട്ട് ഓഫ് നമുക്ക് മെയിൻസിൽ എന്തുണ്ട്, സെക്ഷൻ കട്ട് ഓഫും കൂടെ വന്നിട്ടുണ്ട്. പ്രിലിംസിന് നിങ്ങൾക്ക് സെക്ഷൻ കട്ട് ഓഫ് ഇല്ല, പക്ഷേ മെയിൻസിന് ഓരോ സെക്ഷനും കുറച്ച് കട്ട് ഓഫ് ഉണ്ട്. ചിലപ്പോൾ 2 മാർക്ക് ആയിരിക്കും എന്ന് വെച്ചാൽ ക്വാണ്ടിന് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആ സെക്ഷൻ കട്ട് ഓഫ് ക്ലിയർ ആവും. ഇംഗ്ലീഷിന് 2 മാർക്ക് ആയിരിക്കും, 3 മാർക്ക്, അങ്ങനെ വളരെ കുഞ്ഞു കട്ട് ഓഫ് മാത്രമേ നിങ്ങൾക്ക് എവിടെയുള്ളൂ, അതിലേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ കട്ട് ഓഫ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ 2026 നോട്ടിഫിക്കേഷനിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കാണും, സെക്ഷൻ കട്ട് ഓഫ് ഉണ്ടായിരിക്കും, അല്ലേ? SBIയിൽ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താ, മാക്സിമം നമ്മുടെ ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവിനും കൂടെ ടോട്ടൽ 50 മാർക്സ് അവിടെയും വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറേ ആൾക്കാരെ നമ്മളിങ്ങനെ പിടിച്ച് ചുറ്റും അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു 10 മിനിറ്റ് ടൈം തരും. ആ 10 മിനിറ്റിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യുക. അവരൊന്നും നമ്മളെ ഇന്റർഫിയർ ചെയ്യുകയില്ല. നമ്മൾ 10 കുട്ടികളുണ്ട്, നമ്മൾ ഒരു 10 കാൻഡിഡേറ്റ് ചുറ്റും ഇരുന്ന് നമ്മൾ സാധാരണ നോർമലി പറയുന്ന പോലെ അല്ല, നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് വേറെ ഒന്നും പറയണ്ട. നിങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ അവരുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്ന് നല്ല രീതിയിൽ ഒരു ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുള്ള കുറച്ചൊരു നല്ലൊരു ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ. ദെൻ ഇന്റർവ്യൂ, SBI ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കേരളത്തെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇത് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ, ഇന്റർവ്യൂവിൽ കാണുള്ളൂ. അല്ലാതെ ഇന്റർവ്യൂ നിങ്ങൾ കേൾക്കുന്ന പോലെ വലിയ പാടൊന്നുമല്ല. എല്ലാം ബാങ്കിങ് അവയർനെസ് ക്വസ്റ്റ്യൻ അല്ല. അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം നിങ്ങൾക്ക് ബാങ്കിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എന്ന്, അല്ലേ? കാരണം നമ്മൾ ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ബാങ്കിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം നിങ്ങൾക്ക് ബാങ്കിനെ പറ്റി ഒന്നും അറിയില്ല എന്ന്. അവരങ്ങനെ നിങ്ങൾ പാടാക്കാനൊന്നും പോകുന്നില്ല. ഇന്റർവ്യൂ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്പമൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ബാങ്കിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ കേരളമാണെങ്കിൽ അതിനെപ്പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഏത് സംസ്ഥാനത്തിൽ നിന്നാണോ വരുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അത് മാത്രമേ നിങ്ങൾക്ക് എവിടെ ഉണ്ടാവൂ, ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ ദെൻ
അപ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് പ്രീ എക്സാം ട്രെയിനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രീ എക്സാം ട്രെയിനിങ് ഒക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ പോയി പ്രീ എക്സാം ട്രെയിനിങ്, അപ്പോൾ എക്സാമിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ പാടായിട്ടുള്ള ഒരാളൊന്നും അല്ല ഏതാ നമ്മുടെ ഈ SBI ഓഫീസർ ആകാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞവരാണോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു 6 മാസത്തെ ഹാർഡ് വർക്ക് അല്ലേ, 6 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും SBI പോലുള്ള ഒരു എക്സാമിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും, ഷുവറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ SBI ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബാച്ച് ഡിസംബർ 29 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും ഉണ്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ ഒരുപാട് മോക്ക് ടെസ്റ്റ്, ഒരുപാട് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഭാവിയിൽ ചിലപ്പോൾ ഒരു ബാങ്ക് ഓഫീസർ ആവാം അല്ലേ, അല്ലെങ്കിൽ ബാങ്കിലെ ക്ലർക്ക് ആവാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.